അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനി മാജിക് ഹോമിലേക്ക് സ്വാഗതം. ഞങ്ങൾ ചെറിയൊരു യാത്രയിലാണ്. പാലക്കാട് ജില്ലയിലെ മലപ്പുറത്തിൻ്റെ അതിർത്തി ഗ്രാമമായ വിളയൂർ പഞ്ചായത്തിലെ കരിങ്ങനാട് നിന്നും എൻ്റെ നാടായ കുമരനെല്ലൂരിലേക്കാണ് യാത്ര. എൻ്റെ വീട്ടിലേക്ക് പട്ടാമ്പി വഴിയും മുതുതല വെള്ളിയാങ്കല്ല് വഴിയും പോവാറുണ്ട്. ഈ വഴിയാണ് ഞങ്ങൾ കൂടുതൽ പോവാറ്. വെള്ളിയാങ്കല്ല് മുതുതല വഴിയാണ് കൂടുതൽ പോവാറ്. നല്ല രസമുള്ള സ്ഥലങ്ങളാണ് അവിടേക്ക് കാണാൻ. പാടവും നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ എടുത്തതാണ് വീഡിയോ. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. വെള്ളിയാങ്കല്ല് പാലം എത്താറായിട്ടുണ്ട്. പാലത്തിന് തൊട്ടടുത്തായിട്ട് കാണുന്നതാണ് പാർക്ക്. ഈ പാർക്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വരാറുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇത് പിറ്റേന്ന് പിന്നെ ഒന്ന് വെറുതെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. മുറ്റത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, ചെടികളും പച്ചക്കറികളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് പുറത്തിറങ്ങിയതാണ്.
പറമ്പുകളിലൊക്കെ എപ്പോഴും കണ്ടുവരുന്നൊരു ചെടിയാണ് ഇത്, ഞൊട്ടങ്ങ. നിങ്ങളിതിനെന്താണ് പറയാറ്? ഞൊട്ടങ്ങ തന്നെയാണോ? നിങ്ങളെന്താ പറയാന്ന് വെച്ചാൽ കമൻറ്റിലൂടെ അറിയിക്കണേ. ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു കായാണിത്. നമുക്കിത് പറമ്പിൽ അത്ര കാര്യമായിട്ടൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൾഫിലിതിൽ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പാക്ക് ചെയ്തിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരിക്കൽ എടുത്ത് നോക്കിയപ്പോൾ നല്ല വിലയാണ് ഇതിന് കണ്ടത്. ഇത് ഷുഗർ ചീര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഇതിന് മറ്റെന്തെങ്കിലും പേരുണ്ടോ എന്ന് അറിയില്ല. നിങ്ങൾക്കറിയെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. ഇത് കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ്. ഷുഗറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണിത്. ഇത് പരിപ്പിട്ടിട്ട് തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കിതിനെ കുറിച്ച് മറ്റെന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ഇതിൻ്റെ ഒരു റെസിപ്പി കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്കിത് പൊട്ടിച്ച് നോക്കാം, ഇതെങ്ങനെ കറി വെക്കുന്നത് നോക്കാം. ഞാനിതിൻ്റെ തളിരയിലൊക്കെ പറിക്കട്ടെ. ഈ ഇലയ്ക്ക് നല്ല വേവുണ്ട്. ഇത് കുക്കറിലാണ് വെക്കാറുള്ളത്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൻ്റെ തണ്ടോടുകൂടെയും കറി വെക്കാം. ഞാനിപ്പോൾ തണ്ട് എടുക്കുന്നില്ല, ഇല മാത്രമാണ് എടുക്കുന്നത്. ഇതിൻ്റെ തണ്ടിലെല്ലാം ഒരു പാല് പോലെ വെള്ള കളറിലുള്ളൊരു ഇത് കാണാം. ഇത് അതുപോലെ കാണാം. ഞാനെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായി അരിഞ്ഞെടുക്കാം. കഴുകിയതിന് ശേഷം ഇതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളമെല്ലാം വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി അരിഞ്ഞെടുക്കാം. നല്ല ചെറുതായി അരിഞ്ഞെടുക്കണം. അപ്പോഴാണ് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പരിപ്പും ഈ ചീരയും കൂടെ ഒരുമിച്ചാണ് ഞാൻ വേവിക്കുന്നത്. ചീരക്ക് നല്ല വേവുണ്ടല്ലോ, അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വേവിച്ചെടുക്കാം. ആദ്യം പരിപ്പ് കഴുകിയെടുക്കാം. പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ്, ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഈ ചീര ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ല വേവുണ്ട്. ഒരു 4-5 വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് ഞാനിത് വേവിക്കുമ്പോൾ. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് അരമുറി തേങ്ങ ചിരവിയെടുത്തതാണ്, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 4-5 ചെറിയ ഉള്ളി, 2 ചെറിയ വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ജീരകം എടുക്കാവുന്നതാണ്. ഇവിടെ എല്ലാവർക്കും വലിയ ജീരകത്തിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വലിയ ജീരകം ചേർത്തത്. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്താലും മതി.
പരിപ്പും ചീരയും വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് ചീര. ഞാനൊരു 5 വിസിൽ അടിച്ചിട്ടുണ്ട് കുക്കർ. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി അരച്ചെടുത്തതാണ് തേങ്ങ. ഇനി അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒന്ന് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് തിള വന്നാൽ നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്യാം. തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് താളിച്ചെടുക്കാം. ഞാനിതിൽ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായാലും നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇട്ടിട്ടാണ് താളിക്കുന്നത്. ചെറിയ ഉള്ളി ഇട്ടിട്ട് വേണമെങ്കിലും നമുക്ക് താളിച്ചെടുക്കാം. കടുകിട്ട് താളിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയത്. ഇതിലേക്ക് 2 വറ്റൽമുളക് ഇതുപോലെ ചെറുതായി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ച് വെച്ച ചീരക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷുഗർ ചീരക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.